ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഹെഡ് ബാൻഡിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ കോട്ടൺ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. ഇനി ബൗണായിട്ട് വിഡ്ത്ത് 10 സെൻറ്റിമീറ്ററും ലെങ്ത്ത് 20 സെൻറ്റിമീറ്ററും ഉള്ളൊരു ക്ലോത്ത് എടുക്കുക. ഇത് ഞാൻ കോട്ടൺ ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക് 1/2 ഇഞ്ചിൻ്റെത് 40 സെൻറ്റിമീറ്റർ ആണ് എടുക്കുന്നത്. പിന്നെ ഈ ബൗണിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട് ഒരു പേളും കൂടി എടുക്കുന്നുണ്ട്. ആദ്യം ഈ ഒരു 80 സെൻറ്റിമീറ്ററിലെ കോട്ടൺ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് 1/4 ഇഞ്ചോളം മടക്കിയിട്ട് അയൺ ചെയ്യാം. രണ്ടെൻഡിലും ആയിട്ട് ഇതുപോലെ അയൺ ചെയ്യണം. അയൺ ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ആ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഓപ്പോസിറ്റ് സൈഡിലാക്കി വെക്കണം. ഇതിപ്പോൾ മോശം ഭാഗത്താണുള്ളത്. ഞാൻ ഇവിടെ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ടാണ് ഓപ്പോസിറ്റ് സൈഡിലാക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. അത് ഓപ്പോസിറ്റ് സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ചുള്ള ഭാഗം ഇതുപോലെ ഫ്രണ്ടിലാക്കി വെക്കാം. ഇനി അവിടെ ഒന്ന് അയൺ ചെയ്ത് വെക്കാം. അയൺ ചെയ്തതിന് ശേഷം 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഈ രണ്ട് സൈഡിലും 1 സെൻറ്റിമീറ്ററോളം വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഒരു സൈഡ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യാം. 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഇലാസ്റ്റിക് ഒന്ന് ഇതിൻ്റെ അകത്താക്കി വെക്കണം. എന്നാൽ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ടാണ് ഫുള്ളും ഇങ്ങനെ അകത്താക്കി വെക്കാം. ഇലാസ്റ്റിക് ഫുള്ളും ഈ കോട്ടൺ ക്ലോത്തിൻ്റെ അകത്താക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിക്കുക. അതിനുശേഷം ഈ രണ്ട് ഇലാസ്റ്റിക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവിടെയുള്ള കോട്ടൺ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ തുന്നിയെടുക്കാം. ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഞാൻ തുന്നിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബോ ചെയ്യണം. അതിനായിട്ട് ആദ്യം ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത ഭാഗം മിഡിലായിട്ട് വെക്കണം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ രണ്ട് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തന്നെയാണ്. ആ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഓപ്പോസിറ്റ് സൈഡിലാക്കി വെക്കാം. ഓപ്പോസിറ്റ് സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ സെൻറ്ററിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെക്കാം. അതിനുശേഷം ഒരു നീഡിലും ത്രെഡും യൂസ് ചെയ്തിട്ട് അതൊന്ന് തുന്നിക്കൊടുക്കാം. അതിനുശേഷം ഒരു പേളോ ഇതുപോലത്തെ ചെറിയ ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ പേളും യൂസ് ചെയ്യാം. ഞാനിവിടെ ഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തുന്നിക്കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഗം ചെയ്താലും മതിയാവും. ഞാനിവിടെ തുന്നിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഹെഡ് ബാൻഡ് ഒന്ന് എടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഈ ഒരു ബോ വെച്ച് കൊടുക്കുകയാണ്. സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യുക, തുന്നുകയും ചെയ്യുക. ഞാനിവിടെ തുന്നാണ് ചെയ്തത്. ഇതുപോലെ തന്നെ ഞാൻ വേറെ ഒന്നും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.